സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 NDAയിലേക്ക് നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ച് 2020 ഔദ്യോഗികമായി NDAയുടെ ഭാഗമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. NDA മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് വികസിത കേരളമാണെന്നും 2020 വിഭാവനം ചെയ്യുന്നത് വികസിത രാഷ്ട്രീയമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇത് ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം മോഡി സർക്കാരിനോടൊപ്പം അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് NDAയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് NDAയുടെ ഭാഗമായി 2020 ജോയിൻ ചെയ്യുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMന്റെ പ്രസൻസിൽ NDAയുടെ ഭാഗമാകും. NDA മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം. ഇത് ഞങ്ങൾ മുമ്പോട്ട് വെച്ച് നാടിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കും എന്ന് ആണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് കൃത്യമായി ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ജീവിതത്തിലെ നിർണായക തീരുമാനമെന്നാണ് സാബു എം ജേക്കബ് പറഞ്ഞത്. തന്നെ ആരാണോ ചവിട്ടി ഓടിച്ചത് അവരുടെ മുന്നിൽ വികസിത കേരളം കെട്ടിപ്പടുക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് സാബു എം ജേക്കബ് പറയുകയും ചെയ്തു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രജിത് മോഹനാണ് ചേരുന്നത്. പ്രജിത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതാണ് വിസ്മയം. രാഷ്ട്രീയ കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് സാബു എം ജേക്കബ് NDAയുടെ ഭാഗമാകാൻ പോകുകയാണ്. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗികമായി ചടങ്ങ് നടക്കാൻ പോകുകയാണ്. വിവരങ്ങൾ. പ്രഖ്യാപനത്തിനോടുകൂടി NDAയുടെ ഭാഗമാണ് ഇനി T20 എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇനി ഔദ്യോഗികമായി NDAയുടെ ഭാഗമായി തീരുക എന്നുള്ള സാങ്കേതികമായ നടപടിക്രമം മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ NDAയുടെ ഭാഗമാകുമ്പോൾ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള മുന്നോട്ട് പോക്കിൽ NDAയ്ക്കൊപ്പം അതേ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കൂടി വരികയും അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ രാജ്യത്തെ ഇത്രയധികം വികസനത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യത്തിൽ കൂടിയാകുമ്പോൾ അതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ BJPയുടെ പല മണ്ഡലങ്ങളിലെയും വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം NDAയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ NDAയെ ഒരു മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് മുന്നണി സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ചൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു മുന്നണിയാണ് NDA എന്ന നിലയിലേക്ക് കൂടി ചർച്ചകൾ വഴിമാറുകയാണ്. ഇനി ഏത് മുന്നണിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളത്തിലെ ഒരു മൂന്നാം ബദലായി NDAയ്ക്കൊപ്പം ചേരാം എന്നുള്ള സന്ദേശം കൂടി ഇത് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് NDAയിലേക്ക് ഇപ്പോൾ 2020 പ്രവേശിച്ചതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം, കേരളത്തിലെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ, ഇടത് സർക്കാരിന്റെ വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾക്കെതിരെ എന്നും ശബ്ദിച്ചിട്ടുള്ള ആളാണ് സാബു എം ജേക്കബ്. അതിന് അദ്ദേഹത്തിന് വലിയ വിലകൾ കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനായി ഒട്ടേറെ പോരാട്ടങ്ങളും നയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായി നിൽക്കുമ്പോഴും പലപ്പോഴും ഇപ്പോൾ 2020 മത്സരിക്കുന്ന ഇടങ്ങളിൽ ഇടതും വലതും ഒപ്പം SDPIയും പോപ്പുലർ ഫ്രണ്ടും SDPIയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി പോലെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് 2020യെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. 25 പാർട്ടികൾക്കെതിരേക്ക് ഒരേ സമയം മത്സരിക്കേണ്ട
അവസ്ഥ 2020 വന്നിട്ടുമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഒറ്റപ്പെടുത്തൽ, മാറ്റത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെയുമുള്ള ഒരു പോരാട്ടം കൂടിയാണ് 2020 NDA പ്രവേശനം എന്ന് പറയാം. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ചവിട്ടിയടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചവർക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്, ഒരു മറുപടി കൂടിയാണ് സാബു എം ജേക്കബിന്റെയും 2020 NDA പ്രവേശനം. നീലിമ, പ്രജിത്ത്, ഈ 2020 ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇടത് വലത് മുന്നണികളിൽ നിന്ന് വലിയ ആക്ഷേപം, വലിയ പീഡനം ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് 2020 ചെയർമാൻ സാബു എം ജേക്കബിനെതിരെ ഒരു സംരംഭകൻ എന്ന നിലയിൽ ഈ സംസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ആട്ടിപ്പായിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അദ്ദേഹം തെലങ്കാനയിൽ പോയി 50,000 പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭം തുടങ്ങി. അത്തരത്തിൽ വലിയ വികസനം ഈ തൊഴിൽ കേരളത്തിലെ യുവാക്കൾക്ക് ലഭിക്കേണ്ടിയിരുന്നതാണ്. അത് പാടെ ഇല്ലാതാക്കിയത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളാണ്, പ്രത്യേകിച്ചും അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ. ഭരണപരമായി ദ്രോഹിച്ചു. അതിന് ഒത്താശ ചെയ്യുന്ന വിധത്തിൽ UDFന്റെ ഭാഗത്തു നിന്നും വലിയ സപ്പോർട്ട് ഉണ്ടാകുകൂടി ചെയ്തു. അദ്ദേഹം നമുക്കറിയാം അന്ന് വാർത്താസമ്മേളനമൊക്കെ നടത്തി അങ്ങേയറ്റം ദുഃഖത്തോടു കൂടിയാണ് കേരളം വിട്ടുപോകുന്നു, തെലങ്കാനയിൽ പോയി ഈ സംരംഭം തുടങ്ങുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഈ വികസന മാതൃകകൾ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ NDA മാത്രമേ, BJPയെ മാത്രമേ വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ എന്ന ഒരു സന്ദേശം കൂടി നൽകുകയല്ലേ? അങ്ങനെ തന്നെയാണ്. അതായത് ഒന്ന്, കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിന് നിലവിലത്തെ സാഹചര്യത്തിൽ NDAയ്ക്കും BJPക്കും മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ സാബു എം ജേക്കബ് അടക്കമുള്ളവർ പറയുന്നതും. അടുത്ത കാലത്ത് BJPയിലേക്ക് കടന്നു വന്ന ടെക്നോക്രാറ്റുകളാണെങ്കിലും ശരി, IPS IAS ഉദ്യോഗസ്ഥരാണെങ്കിലും ശരി, സാബു എം ജേക്കബിനെ പോലെയുള്ള വ്യവസായികളാണെങ്കിലും ശരി, 2020 പോലെയുള്ള മാറ്റങ്ങൾ ചിന്തിക്കുന്ന, മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ശരി, ഇവരെല്ലാവരും കരുതുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് BJPയുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെ വിലയിരുത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. താനും അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ്, അത്തരമൊരു ചിന്ത കൂടിയാണ് ഈ രീതിയിൽ BJP ഒപ്പവും NDAയ്ക്കൊപ്പവും എത്താൻ 2020 പ്രേരിപ്പിച്ചത്. ഇത് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇനി നാളെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ തലസ്ഥാനത്തിന്റെ വികസന പദ്ധതികളുടെ പ്രഖ്യാപനമുണ്ടാകും. അതോടൊപ്പം തന്നെ റെയിൽവേയിലും ഒപ്പം കേരളത്തിലെ വിവിധ പദ്ധതികളും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊപ്പമാണ് കേരളത്തിന്റെ ആകെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട്, കേരളത്തിന്റെ ആകെ വികസനത്തിനായി ഒരു രാഷ്ട്രീയ മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ട് NDA ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുമ്പോൾ 2020 പോലെ തെരഞ്ഞെടുപ്പുകളിൽ തെളിയിച്ച ചരിത്രമുള്ള, തെരഞ്ഞെടുപ്പുകളിൽ വലിയ രീതിയിൽ വോട്ട് പിടിച്ചെടുക്കാൻ, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള 2020 പോലെയുള്ള രാഷ്ട്രീയ സംവിധാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ NDAയുടെ ഭാഗമാക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ ആകെ വികസനത്തിനായി, കേരളത്തിന്റെ ആകെ പരമ്പരാഗത രാഷ്ട്രീയ രീതികളിൽ നിന്നുള്ള മാറ്റത്തിനായി ഒരു വോട്ട് BJPക്ക് നൽകാനും അല്ലെങ്കിൽ BJPയുടെ ഈ പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള ഒരു വലിയ സന്ദേശം എന്തായാലും ആ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നൽകുന്നുണ്ടാകാം. സ്വാഭാവികമായും അത്തരമൊരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയ നീക്കം, വലിയ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന ഒരു നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാർക്കിടയിലേക്ക് 2020 പോലെയൊരു സംവിധാനവും BJPയും ഒന്നിച്ചു നിൽക്കുന്നതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട സന്ദേശം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓക്കെ പ്രജിത്ത്, വലിയ രാഷ്ട്രീയ സന്ദേശമാണ് സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 NDAയിലേക്ക് എത്തുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്. പാർട്ടിയെ ഇല്ലാതാക്കണം എന്ന് ഉറപ്പിച്ചവർക്കുള്ള മറുപടിയാണ് ഇത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കുകയാണ്. പ്രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.